ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. ജാസിയെ കൈവിടണമെങ്കിൽ കഴുത്തിൽ നിന്ന് എന്റെ തല പോകണം. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. ആഷിയും ജാസിയും സോഷ്യൽ മീഡിയയിലെ വൈറൽ കപ്പിളാണ്. ട്രാൻസ്ജെൻഡറായ ജാസിയുമായി പ്രണയത്തിലായ ശേഷം ആഷിക്ക് എതിരാണ് കുടുംബം. ജാസി തന്റെ മകൻ ആഷിയെ പിടിച്ചുവെച്ചിരിക്കുകയാണെന്നും ആഷിയുടെ പണം മുഴുവൻ ഉപയോഗിക്കുന്നത് ജാസിയാണെന്നും കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ ആഷിയുടെ ഉമ്മ ആരോപിച്ചിരുന്നു. ജാസി ആഷി ബന്ധം താൻ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും ആഷിയുടെ ഉമ്മ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഉമ്മയ്ക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ആഷി. ജാസിയെ താൻ കൈവിടണമെങ്കിൽ കഴുത്തിൽ നിന്ന് തല പോകണമെന്നും താൻ എങ്ങനെയാണോ അങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതിയെന്നും സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ ആഷി പറയുന്നു. ഉമ്മയാണ് എന്റെ എതിരെ നിൽക്കുന്നത്. അതിൻ്റെതായ പെയിൻ എനിക്കുമുണ്ട്. ഉമ്മയുടെ അഭിമുഖം എനിക്ക് എതിരെയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ആയിരുന്നില്ല, ജാസിക്കെതിരെയായിരുന്നു. ജാസിക്കൊപ്പം ജീവിക്കാമെന്ന് ഞാനായിട്ട് എടുത്ത തീരുമാനമാണ്, അല്ലാതെ ജാസി എന്നെ പിടിച്ചു വെച്ചിട്ടില്ല. ജാസി 40,000 രൂപയുടെ പൂജ ചെയ്തതായി ഉമ്മ പറയുന്നുണ്ട്. അത് ഞാനും ജാസിയും കൊടൈക്കനാൽ പോയതിന്റെ ചിലവാണ്. എന്റെ കാർഡിൽ നിന്ന് പൈസ വലിച്ചാൽ ഇക്കാക്ക് അറിയാൻ പറ്റും. ലിങ്ക് ചെയ്ത ഫോൺ ഇക്കയുടെ നമ്പറാണ്. ജാസി എന്നെ തല്ലിയിട്ടില്ല. ഉമ്മ പറഞ്ഞതിൽ എല്ലാം ഞാൻ ക്ലിയർ ചെയ്യുന്നില്ല, കാരണം അങ്ങനെ ചെയ്താൽ എന്റെ ഉമ്മ നുണച്ചിയാകും. അത് എനിക്ക് വേദനയാണ്. ഉമ്മയോട് പറയാനുള്ളത്, പറയുമ്പോൾ എനിക്കെതിരെ പറഞ്ഞോളൂ, ജാസിയെ ടാർഗറ്റ് ചെയ്യരുത്. ഉമ്മയ്ക്ക് എങ്ങനെയെങ്കിലും എന്നെ കിട്ടണമെന്നാണ്. ഉമ്മ വിളിക്കുമ്പോൾ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഒരിക്കലെല്ലാം ശരിയാകുമെന്ന് ഞാൻ പറയുന്നത്. ഉമ്മയുടെ മുഖത്ത് നോക്കി ജാസിയെ മാത്രമേ കെട്ടുവെന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു, ജാസിയെ ഞാൻ കൈവിടണമെങ്കിൽ എന്റെ തല കഴുത്തിൽ നിന്നും പോകണം. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. ആഷി നീ പൊയ്ക്കോ, നല്ലൊരു പെണ്ണിനെ കെട്ടി ജീവിച്ചോളൂ എന്ന് ജാസി എന്നോട് പറഞ്ഞു. പാവം, ദിവസവും ജാസിക്ക് ഓരോ പ്രശ്നങ്ങളാണ്. ജാസി ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കണമെന്നും ട്രോളുന്നവരോട് പറയുന്നു. ജാസി എന്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ മുതിരാത്തത്. അങ്ങനെ ഞാൻ ചെയ്താൽ അത് ചെറ്റത്തരമാകും. ഞാൻ ഇൻട്രോവേർട്ടാണ്. അതുകൊണ്ടാണ് വീഡിയോയിൽ അധികം വരാൻ താല്പര്യം കാണിക്കാത്തത്. ഉമ്മ, നിങ്ങൾ ചെയ്തത് വളരെ മോശമായി പോയി. എനിക്ക് ജാസിക്കൊപ്പമേ ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. ഇപ്പോൾ എന്റെ മനസ്സിൽ ഉമ്മയുണ്ട്. ഉമ്മയെ എനിക്ക് ഇഷ്ടവുമാണ്. എനിക്ക് എപ്പോൾ കാണണമെന്ന് തോന്നുന്നുവോ അപ്പോൾ ഞാൻ വന്ന് കാണും. ജാസിയെ വില്ലനാക്കണമെന്നാണ് എല്ലാവർക്കും. വർഷങ്ങളായി പരിചയമുണ്ട് ജാസിയെ, അതുകൊണ്ടാണ് അവൻ എന്ന് വിളിക്കുന്നത്. ജാസിയെ ഉപേക്ഷിച്ച് ജീവിക്കാൻ കഴിയില്ല. ജാസിയെ പടച്ചോനാണ് അങ്ങനെയാക്കിയത്. പിന്നെ അവൻ കല്യാണം കഴിച്ചത് ബാപ്പയുടെ അവസ്ഥ കണ്ടിട്ടാണ്. അതും 15 ദിവസമേ ആ പെണ്ണിനൊപ്പം അവൻ നിന്നിട്ടുള്ളൂ. ജാസിയെ കൈവിട്ട് ഉമ്മയുടെ അടുത്തേക്ക് പോകില്ല. ജാസിയുടെ ഉമ്മ ഞങ്ങൾക്കൊപ്പം വന്ന് ജീവിച്ച് ഞങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. എന്റെ ഉമ്മ കള്ളം പറഞ്ഞതല്ല ചിലർ പറയിപ്പിക്കുകയാണെന്നും ആഷി പറഞ്ഞു.